മണ്ഡലം ചുറ്റി മഹിളകൾ എത്തി നിൽക്കുന്നത് വയനാട്ടിലാണ്. കൽപ്പറ്റയിലെ വോട്ടർമാർക്ക് പറയാനുള്ളത് എന്താണ്? വനിതാ മെസ്സിൽ നിന്ന് അനുജ രാജേഷും സ്മിത ഹരിദാസും ചേരുന്നു. കാണാം മണ്ഡലം ചുറ്റും മഹിളകൾ. വയനാട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കൽപ്പറ്റ നഗരത്തിൽ തന്നെയാണ്. നല്ല തണുപ്പിലൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കാന്നുള്ള പ്രതീക്ഷയിലായിരുന്നു, പക്ഷെ കൊടും ചൂടാണ് കേട്ടോ. അപ്പൊ കൽപ്പറ്റ നഗരത്തിലുള്ള വനിതാ മെസ്സിലാണ് ഉള്ളത്. ഇവിടെയുള്ളവർക്ക് എന്താണ് പറയാനുള്ളത്? ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ചൂടൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഏതായാലും ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ രാഷ്ട്രീയവുമായി ബന്ധമുള്ളവരാണ്. അപ്പൊ നമ്മൾ അവരോടൊക്കെ ഒന്ന് ചോദിക്കാം. ഇവിടെ ഇത്തവണ എന്താണ് കൂടുതൽ ചർച്ചാ വിഷയമായിട്ടുള്ളത്? ഇപ്പൊ ഈ കുറെ വിവാദങ്ങളൊക്കെ വരുന്നുണ്ട്. വിവാദങ്ങളാണോ അതോ വികസനമാണോ ജനങ്ങളുടെ പ്രശ്നങ്ങളാണോ? എന്താണ് ഇവിടെ ചർച്ച? ഇവിടെ വികസനവും ജനങ്ങളുടെ പ്രശ്നങ്ങളുമാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ആ വികസനവും ജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ വയനാട്ടിന് കിട്ടിയ ഒരു ഗവൺമെൻറ്, 10 കൊല്ലക്കാലം ഇവിടെ ഭരിച്ച ഒരു ഗവൺമെൻറ് വയനാട്ടിലെ ജനങ്ങൾക്ക് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായത്, അതൊരു വലിയ ചർച്ചാ വിഷയം. ചേട്ടൻ എവിടെ? ഇവിടെ തന്നെയാണ്. അല്ല, കോട്ടത്ര എന്ന് പറഞ്ഞ പഞ്ചായത്ത് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ്. അല്ലേ? തിരഞ്ഞെടുപ്പ് വളരെ ചൂടായി വരുന്നത്. പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ്. മുണ്ടക്കൈ ചൂരമല ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച ഗവൺമെൻറ്റാണ്. അതേപോലെ തന്നെ തുരങ്കപാത ഉൾപ്പെടെ വയനാടിനെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് എല്ലാ തലത്തിലും ചേർത്ത് പിടിച്ച സാഹചര്യമായതുകൊണ്ട് കൽപ്പറ്റ മണ്ഡലം ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വരുന്ന സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ചർച്ചകൾ? ഇപ്പോൾ അധികം ദിവസമില്ല. എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട്, പക്ഷേ നമുക്കത് പൊതുവായിട്ട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് എന്നുള്ളത് ജനം വിലയിരുത്തട്ടെ, അത്രേ പറയാനുള്ളൂ. എന്നാ ചേട്ടൻ ഇവിടുത്തെ ഈ ഭക്ഷണത്തിന്റെ രുചിയെ കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ വനിതാ മെസ്സിലെ ഭക്ഷണം നല്ല ഭക്ഷണമാണ്, അടിപൊളിയാണോ? തീർച്ചയായിട്ടും വളരെ നല്ല ഭക്ഷണമാണ്. ഇപ്പോൾ കൽപ്പറ്റയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണമാണ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രചരണം നല്ല ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ മണ്ഡലത്തിലെ കാര്യം എങ്ങനെയാ പറയാനുള്ളത്? മണ്ഡലത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൽപ്പറ്റ മണ്ഡലം സ്വാഭാവികമായിട്ട് ഇപ്പോൾ നിലവിലുള്ള MLA സിദ്ദീഖ് MLA ആണ്. നമുക്കറിയാം, ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാവുന്നതിലപ്പുറത്തേക്കുള്ളൊരു വികസനവും എല്ലായിടത്തും ഓടിയെത്തുന്നുണ്ട് എന്ന് പ്രചരണം അടിക്കുക എന്നല്ലാണ്ട് കാണാവുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വനിതാ മെസ്സിലെ രുചികരമായ ഭക്ഷണം, അത് പലരും പറഞ്ഞു, നമ്മൾ കേട്ടു. ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവർ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർ നമ്മുടെ കൂടെ ഉണ്ട്. ചേച്ചി, ഇവിടെ ഇങ്ങനെ എല്ലാവരും രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? വോട്ട് ആർക്ക് ചെയ്യും? അങ്ങനെ ഒരു കൺഫ്യൂഷനാണ്. പിന്നെ ഇപ്പൊ നമുക്കിപ്പോ എന്താ പറയാ, അങ്ങനെ ഓപ്പണായിട്ട് പറയാനും പറ്റാത്തൊരു ബുദ്ധിമുട്ട്. ഓപ്പണായിട്ട് പറയണ്ട, എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല? ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ധനസഹായം ഒന്നുള്ളൊരു രീതിക്ക് കിട്ടാറില്ല. വീട്ടിൽ പെൻഷനൊക്കെ വാങ്ങിക്കുന്നവരുണ്ടോ? ഉണ്ട്. ഞാനുണ്ട്. കിട്ടാറുണ്ടോ? ഓ, കൃത്യമായിട്ട് കിട്ടാറുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനം കൂടി ഉഷാറായാൽ നമുക്ക് അത്രയും സന്തോഷം. സർക്കാർ ഒന്നും കൂടി നമ്മളെ ഇവിടെ നിന്നിട്ട് എന്താ സഹായം ചെയ്തതാണെങ്കിൽ വലിയ ഉപകാരം. ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ തേടി. പക്ഷെ നമുക്കിപ്പോ എന്തായാലും ഈ രുചി ഒന്നും അറിയാണ്ട് പോവാൻ പറ്റില്ല. ഞങ്ങൾക്കും വരട്ടെ 2 ചായ. 2 ചായ കുടിച്ച് ഇവിടുത്തെ ഈ എന്താണ് ഇവിടുത്തെ രുചിക്കൂട്ടുകളുടെ ഒരു രഹസ്യം, ഈ രുചി രഹസ്യം ഒന്ന് അറിയാൻ വേണ്ടി ഞങ്ങളും ഇവിടെ ഇരിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ അടുത്ത മണ്ഡലത്തിലേക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.